മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 219 എപ്പിസോഡിൽ ഗ്രാഫൈറ്റിസ് എന്ന അധ്യായത്തിൻ്റെ 5-ാമത്തെയും അവസാനത്തെയും ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഗ്രാഫൈറ്റിസ് എത്രമാത്രം പ്രധാനപ്പെട്ട, എത്രമാത്രം ആഴത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഔഷധമാണെന്ന് നമ്മൾ കണ്ടു. ഇവിടെ ഗ്രാഫൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ മെയിൽ സെക്ഷൽ സിംറ്റംസ് കണ്ടു. ഇവിടെ ഫീമെയിൽ സെക്ഷൽ സിംറ്റംസ് പറയുന്നുണ്ട്. ബ്രസ്റ്റിലെയും മറ്റുമൊക്കെ ക്യാൻസറിൽ എങ്ങനെ ഗ്രാഫൈറ്റിസ് ഉപകരിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ക്ഷയരോഗത്തെ എങ്ങനെ ഗ്രാഫൈറ്റിസ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യാം എന്ന് പറയുന്നുണ്ട്. കൂടാതെ സവിശേഷമായ സ്കിൻ സിംറ്റംസ്, നിരവധി ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ചില സ്കിൻ സിംറ്റംസ്, അതുകൂടാതെ വളരെ സവിശേഷമായ തരം ചില്ല്, ഫീവർ, ഇതൊക്കെ ഗ്രാഫൈറ്റിസിൻ്റെ ഈ ഭാഗത്ത് പറയുന്നുണ്ട്. നമുക്ക് അവയിലേക്ക് വിശദമായിട്ട് പ്രവേശിക്കാം. ഇൻ ദ ഫീമെയിൽ ഇറ്റ് കോസസ് ആവേർഷൻ ടു കൊയിഷൻ, എൻലാർജ്ഡ് ഹാർഡ് ഓവറീസ്, ഗ്രേറ്റ് ടെൻഡർനെസ് ഇൻ യൂട്രസ് ആൻഡ് ഓവറീസ്. അപ്പോൾ ഓവറീസിൽ ഗ്രാഫൈറ്റിസ് ഡിറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാക്കുന്നു, സ്വെല്ലിങ്, ഹാർഡ്നെസ്, എൻലാർജ്മെൻ്റ് ഒക്കെ ഉണ്ടാകുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഹോർമോണൽ ചേഞ്ചസും വരുന്നുണ്ട്. ലൈംഗികതയോട് വിരക്തി, ആവേർഷൻ ടു കൊയിഷൻ. ഗർഭപാത്രത്തിലും ഓവറീസിലും വല്ലാതെ ടെൻഡറായിട്ടുള്ള, വളരെ സെൻസിറ്റീവായിട്ടുള്ള അവസ്ഥ. ഇറ്റ് ഹാസ് ക്യൂർഡ് ഒവേറിയൻ ട്യൂമർ. അണ്ടാശയങ്ങളിലെ മുഴകളെ ഗ്രാഫൈറ്റിസ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജനറൽ സിംറ്റംസ് എഗ്രി ചെയ്യുമ്പോൾ പെയിൻ ഇൻ ദ യൂട്രസ് വെൻ റീച്ചിങ് ഹൈ വിത്ത് ഹാൻഡ്സ് ബിയറിംഗ് ഡൗൺ ഇൻ യൂട്രൈൻ റീജിയൻ. ഗർഭാശയം പരിശോധിക്കാനും മറ്റുമൊക്കെ കൈകൊണ്ട് സ്പർശിക്കുമ്പോൾ വേദന. ഗർഭാശയത്തിൻ്റെ മേഖലയിൽ, ഗർഭപാത്രം ഇരിക്കുന്ന മേഖലയിൽ തന്നെ ആയൊരു ബിയറിംഗ് ഡൗൺ, ആയി താഴേക്ക് വലിയുന്ന പോലത്തെ ഒരു ഫീല്. ഇറ്റ് ക്യൂവേഴ്സ് കോളിഫ്ലവർ എക്സ്ക്രീസൻസസ് ഓഫ് ദ യൂട്രസ്. ഗർഭപാത്രത്തിൽ കോളിഫ്ലവറിൻ്റെ രൂപത്തിൽ വരുന്ന വളർച്ചകൾ, നിരവധി സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥകളാണ് ഇതൊക്കെ. ഇതിനെ ഗ്രാഫൈറ്റിസ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ് ഹാസ് റെസ്ട്രെയിൻ ദ ഗ്രോത്ത് ഓഫ് ക്യാൻസർ ഇൻ ദ സെർവിക്സ് യൂട്രൈ. സെർവിക്കൽ റീജിയനിലുള്ള ക്യാൻസറിന്റെ വളർച്ചയെ ഇത് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. വെൻ ദർ വാസ് ബേണിംഗ് ആൻഡ് പ്യൂട്ടഡ് ബ്ലഡി ഡിസ്ചാർജ് ഇൻ ദിസ് ഇറ്റ് റിസംബിൾസ് കാർബോ അനിമാലിസിസ്. അപ്പോൾ ഈ ഒരു ക്യാൻസറിൻ്റെ അവസ്ഥയിൽ വല്ലാതെ ബേണിംഗ് പെയിനും വല്ലാതെ ബ്ലഡി, രക്തം കലർന്ന ദുർഗന്ധമൊക്കെയുള്ള ഡിസ്ചാർജ് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ക്യാൻസറിൻ്റെ അവസ്ഥയെ ഗ്രാഫൈറ്റിസ് സുഖപ്പെടുന്നത്. ഈ ഒരു കാര്യത്തിൽ കാർബോ അനിമാലിസുമായിട്ട് ഗ്രാഫൈറ്റിസിന് സാമ്യമുണ്ട്. മെൻസസ് ലേറ്റ്, ഇറഗുലർ, സ്കാൻഡി, പെയിൽ ഓർ മിക്സഡ് വിത്ത് സ്കാൻഡി ഡാർക്ക് സ്മോൾ ക്ലോട്ട്സ്. അപ്പോൾ ആർത്തവമായി അലങ്കോലമായി കിടക്കുകയാണ്, ക്രമം തെറ്റിയതാണ്, കുറച്ചേ ഉണ്ടാകുള്ളൂ. ശരിയായ രക്തത്തിന് നിറമില്ലാതെ ഇടക്ക് ഡാർക്ക് ആയിട്ടുള്ള രക്തത്തിൻ്റെ ശകലങ്ങളൊക്കെ ചേർന്ന് ചെറിയ രക്തക്കട്ടകൾ ഒക്കെ ചേർന്ന് വരും. ആർത്തവത്തിൻ്റെ ദിനങ്ങളുടെ ആ ഒരു കാലയളവ് ചിലപ്പോൾ ചുരുങ്ങിയിരിക്കും. മെൻസസ് 6 or 8 weeks അപ്പാർട്ട്. ആർത്തവത്തിൻ്റെ പീരിയോഡിസിറ്റി വർദ്ധിക്കുന്നു. 1.5-2 മാസം വരെയൊക്കെ ആ പീരിയോഡിസിറ്റി വർദ്ധിക്കുന്നു. മെൻസസ് സപ്രസ്ഡ് ഓർ വെരി ലേറ്റ് ഇൻ ക്ലോറോട്ടിക് ഗേൾസ്. വളർച്ച ബാധിച്ച സ്ത്രീകളിൽ ആർത്തവം വല്ലാതെ വൈകി വരുന്നു, അല്ലെങ്കിൽ ആർത്തവം ഇല്ലാത്ത അവസ്ഥ വരുന്നു. ഗേൾസ്, ശേഷം ചെറുപ്പക്കാരികളിലാണ് ഇത് കാണുന്നത്. ഫസ്റ്റ് മെൻസസ് ഡിലേഡ്. ആർത്തവത്തിൻ്റെ ആരംഭം വല്ലാതെ വൈകി വരുന്നു. ലുക്കോറിയ ഇൻസ്റ്റഡ് ഓഫ് മെൻസസ്. ആർത്തവത്തിന് പകരം വെള്ളപോക്ക് വരുന്നു. ഇക്കാര്യത്തിൽ കോക്കുലസുമായിട്ടുള്ളൊരു സാദൃശ്യം പറയുന്നുണ്ട്. എഡീമ ഓഫ് ദ ഒൾവ. ലുക്കോറിയ ഇൻ ഗഷസ് ഡേ ആൻഡ് നൈറ്റ്. ലുക്കോറിയ, വെള്ളപോക്ക് രാവും പകലും വല്ലാതെ അളവിൽ വരുന്നു. വൾവയിൽ നീർക്കെട്ട്. ഡ്രൈനസ് ആൻഡ് ഹീറ്റ് ഇൻ ദ വജൈന. വജൈനൽ റീജിയനിൽ വരണ്ട അവസ്ഥ, വല്ലാതെ ഉഷ്ണം. നിരവധി സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങളാണിത്. അപ്പോൾ ഗ്രാഫൈറ്റിസ് പോലെ നിരവധി ഔഷധങ്ങൾ ഇത് കവർ ചെയ്യുന്നുണ്ട്. ശരിയായ രീതിയിൽ സിംറ്റംസ് എടുത്ത് ടോട്ടാലിറ്റി നോക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ഹോമിയോപ്പതിയിലൂടെ സുഖപ്പെടുത്താൻ സാധിക്കും. മെനി സിംറ്റംസ് കം ഡ്യൂറിങ് മെൻസസ്. ആർത്തവ സമയത്താണ് നിരവധി പ്രശ്നങ്ങൾ ഗ്രാഫൈറ്റിസ് പേഷ്യൻറ്റിൽ വരുന്നത്. ഡ്രൈ കോഫ്, കോപ്പിയസ് സ്വെറ്റ്, എഡീമ ഓഫ് ഫീറ്റ്, ഹോഴ്സ്നെസ്, കൊറൈസ, ഹെഡ് ഏക്ക്, നോസിയ, മോർണിംഗ് നോസിയ. എന്തോരം പ്രശ്നങ്ങളാണ് കാണുന്നത് ഈ ആർത്തവകാലത്ത് വരുന്നത്. വരണ്ട ചുമ, വല്ലാതെ വിയർപ്പ്,
കാലിൽ നീർക്കെട്ടൽ, ശബ്ദം അടഞ്ഞു പോകൽ, ജലദോഷം, നീരിളക്കം, തലവേദന, ഓക്കാനം വരൽ, രാവിലെയുള്ള ഓക്കാനം വരൽ ഒക്കെ ഇതിലുണ്ട്, ആർത്തവകാലത്ത് വരുന്നുണ്ട്. വയലന്റ് ഇച്ചിങ് ഓഫ് ദ വൾവ ബിഫോർ മെൻസസ്. ആർത്തവത്തിന് മുമ്പ് വൾവയിൽ വല്ലാത്ത ചൊറിച്ചിൽ. മാർക്ഡ് എക്സ്കോറിയേഷൻ ഓഫ് ദ ജെനിറ്റൽസ് ആൻഡ് ബിറ്റ്വീൻ ദ തൈസ് ഡ്യൂറിങ് മെൻസസ്. ആർത്തവകാലത്തിൽ അടുത്ത പ്രശ്നമാണ് ജെനിറ്റൽസിലും തുടകളുടെ ഇടയിലും ഇങ്ങനെ തൊലി പോയിട്ട് വല്ലാത്ത വേദനയും പ്രയാസവും അസ്വസ്ഥതകളൊക്കെ. എസ്കോറേറ്റിംഗ് ലുക്കോറിയ ബിഫോർ മെൻസസ്. ആർത്തവത്തിന് മുമ്പുള്ള വെള്ളപോക്കും ഇതേപോലെ ആ തൊലി സ്പർശിക്കുന്ന ഭാഗത്തെ തൊലിയെ കളയുന്നു. ലുക്കോറിയ വൈറ്റ്, യെല്ലോയിഷ് വൈറ്റ്, തിൻ, വിസിഡ്, ഒഫൻസീവ്. വെള്ളപോക്ക് പൊതുവെ വെള്ളയെന്നാണ് പറയുന്നെങ്കിൽ പോലും പലരിലും യെല്ലോയിഷ് വരും. ഇവിടെ മഞ്ഞ കളർന്ന വെള്ള, വളരെ നേർത്തത്, കട്ടിയായത്, ദുർഗന്ധമുള്ളത്, ഒട്ടുമിക്ക തരത്തിലുള്ള ഡിസ്ചാർജസും ഇതിൽ വരുന്നുണ്ട്. സോർ ക്രാക്ഡ് നിപ്പിൾസ് ഇൻ നഴ്സിംഗ് വുമൺ. മുലയൂട്ടുന്ന സ്ത്രീകളിൽ നിപ്പിൾസ് വിണ്ടുകീറുന്നു, വേദന ഉണ്ടാകുന്നു. ക്യാൻസർ ഓഫ് ദ ബ്രസ്റ്റ് കമ്മിങ് ഇൻ ദ സിക്കാട്രിക്സ് ഓഫ് ആൻ ഓൾഡ് ക്യാൻസർ. നേരത്തെ ഉണ്ടായ ഒരു അർബുദത്തിൻ്റെ വടുക്കൾ, സർജറിയോ അല്ലെങ്കിൽ ഉണങ്ങിപ്പോയോ ഒക്കെ ചെയ്തിട്ടുണ്ടായ വടുക്കളിൽ വീണ്ടും അർബുദത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു ബ്രസ്റ്റിൽ. ലാരിങ് സെൻസിറ്റീവ് ടു ടച്ച്, ഹോഴ്സ്നെസ് ഇൻ ദ ഈവനിങ്. സ്വനവേടകം സ്പർശിക്കുമ്പോൾ അവിടെ പ്രയാസമുണ്ട്. വൈകുന്നേരം അവിടെ തൊണ്ടയിൽ കിരികിരിപ്പും തൊണ്ട അടയ്ക്കലൊക്കെ ഉണ്ട്. അവിടെ കാർബോ വെജുമായിട്ടുള്ള സാദൃശ്യം ഈ ഹോഴ്സ്നെസ്സിൻ്റെ കാര്യത്തിൽ. ഡ്രൈനസ് ഇൻ ദ ലാരിങ്സ് ഇൻ ദ നൈറ്റ്. രാത്രി ലാരിങ്സ് സ്വനവേടകം വരണ്ടു പോകുന്നു. കോപ്പിയസ് ഗ്ലൂട്ടനസ് മ്യൂക്കസ് ഇൻ ദ ഡേ ടൈം. പകലാണെങ്കിൽ വല്ലാതെ വെള്ളം പോലുള്ള ഡിസ്ചാർജ് ഉണ്ടാകും, മ്യൂക്കസ് ഡിസ്ചാർജ്. ഹി സഫക്കേറ്റ്സ് വെൻ ഫോളിങ് അസ്ലീപ്പ്. ഉറങ്ങാൻ പോകുമ്പോൾ, നിദ്രയിലേക്ക് വീണു പോകുമ്പോൾ ശ്വാസം മുട്ടൽ. അവിടെ ഒരു സാദൃശ്യമുണ്ട്, എന്താണ്? ലാക്കസിസ്. ആൻഡ് ഓഫൺ വേക്സ് ഇൻ നൈറ്റ് ഗാസ്പിംഗ് ഫോർ ബ്രീത്ത്. കൺസ്ട്രക്ഷൻ ഓഫ് ദ ചെസ്റ്റ്. രാത്രി ഉറങ്ങിക്കഴിഞ്ഞാലും രാത്രിയിൽ നെഞ്ചിലൊരു പിടുത്തം പോലെ തോന്നിയിട്ട്, ശ്വാസം കിട്ടായിക പോലെ തോന്നിയിട്ട് ഉണരും. പെരോക്സിസ്മൽ കോഫ് ലൈക്ക് വൂപ്പിംഗ് കോഫ്. കോഫ് ഈസ് ഫോളോഡ് ബൈ എക്സ്പെക്ടറേഷൻ ഓഫ് കോപ്പിയസ് വൈറ്റ് വിസിഡ് മ്യൂക്കസ്. പൈരോക്സിസംസ് കം അറ്റ് എനി ടൈം. അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്ന പോലെ, പൊടുന്നനെ അങ്ങനെ പൊട്ടി വീഴുന്ന പോലെ ഒരു ചുമ വരുന്നു. അതിങ്ങനെ വൂപ്പിംഗ് കഫ് മാതിരി. വൂപ്പിംഗ് കഫിനെ തുടർന്നുകൊണ്ട് വല്ലാതെ കട്ടിയുള്ള പശ പോലെയൊക്കെയുള്ള കഫം പുറത്തേക്ക് പോകുന്നു. പാരോക്സിസംസ് കം അറ്റ് എനി ടൈം. പാരോക്സിസം എന്ന് പറയുന്നത് തന്നെ ഏത് സമയവും അപ്രതീക്ഷിതമായിട്ട് വരാവുന്നതാണ്. അപ്പോൾ പാരോക്സിസം എനി ടൈം എന്ന് പറയുമ്പോൾ അത് ഗ്രാഫൈറ്റിസിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഡിഗ്രി ഇത്തിരി കൂടുതലാണെന്നർത്ഥം. ഇറ്റ് ഹാസ് ക്യൂർഡ് വൂപ്പിംഗ് കോഫ്. വൂപ്പിംഗ് കോഫിനെ ഗ്രാഫൈറ്റിസ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. കോഫ് ഫ്രം ടിക്ലിംഗ് ദ ലാരിങ്സ് ഓർ ട്രാക്കിയ. നിരവധി പേർക്കുള്ളൊരു പ്രശ്നമാണ്. സ്വനവേടകത്തിൻ്റെ ഭാഗത്ത്, തൊണ്ടയുടെ ഭാഗത്ത് ചൊറിച്ചിൽ പോലെ വന്നിട്ട് അത് ചുമ വരുന്നു. വയലന്റ് നൈറ്റ് കോഫ്. രാത്രിയിൽ വല്ലാത്ത ചുമ. ഡീപ്പ് ഇൻസ്പിറേഷൻ കോസസ് കോഫ്. ഉള്ളിലേക്ക് വല്ലാതെ ശ്വാസം എടുക്കുമ്പോൾ ചുമ വരും. റോനസ് ഇൻ ദ ട്രാക്കിയ. ട്രാക്കിയുടെ ഭാഗത്ത് നിരവധി പ്രശ്നങ്ങളുണ്ട്. റോനസ്, സ്റ്റിച്ചിങ് പെയിൻസ് ഇൻ ദ ചെസ്റ്റ്. നെഞ്ചിൽ കുത്തുന്ന പോലുള്ള വേദന. കോൺസ്ട്രക്ഷൻ ഓഫ് ദ ഹാർട്ട്. ഇലക്ട്രിക് ഷോക്സ് ഇൻ ദ ഹാർട്ട്. ഈ ഹൃദയത്തിൻ്റെ ഭാഗത്ത് ആകെ ഇടുങ്ങിയ ഞെരുങ്ങിയ പോലത്തെ ഒരു തോന്നൽ, അവിടെ ഷോക്ക് കിട്ടുന്ന പോലെ, വൈദ്യുതാഘാതം ഏറ്റ പോലുള്ളൊരു ഫീല്. പാൽപിറ്റേഷൻ ഓൺ മോഷൻ ഓർ എക്സർഷൻ വിത്ത് സ്ട്രോങ് പൾസേഷൻ ഓൾ ഓവർ ദ ബോഡി ആൻഡ് ഇൻ ദ എക്സ്ട്രീമിറ്റീസ്. അപ്പോൾ ഹൃദ്രോഗം എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ കാണുന്ന ലക്ഷണങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ അവിടെ പിടുത്തം, ഷോക്ക് കിട്ടിയ പോലെ, ചെറിയൊരു ചലനം കൊണ്ട് പോലും നെഞ്ചിടിപ്പ്, അല്ലെങ്കിൽ എക്സേർഷൻ കൊണ്ട് നെഞ്ചിടിപ്പ്, ശരീരം മുഴുവനും എക്സ്ട്രീമിറ്റീസിലും കൈകാലുകളിലുമൊക്കെ ആ പൾസ്, നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം അറിയാൻ പറ്റും. അത്രയ്ക്ക് ശക്തമാണത്. പൾസ് ഫുൾ ആൻഡ് ഹാർഡ്, സ്ലോ ഡ്യൂറിങ് ഡേ ബട്ട് ഫാസ്റ്റ് ഇൻ ദി മോർണിംഗ്. നിറഞ്ഞ ശക്തമായിട്ടുള്ള തരത്തിലുള്ള സ്പന്ദനങ്ങളുണ്ട്. അത് പകൽ സമയത്ത് സാവകാശമായിരിക്കാം, പക്ഷെ രാവിലെ പ്രഭാതത്തിൽ വേഗത കൂടിയിരിക്കാം. ഫാസ്റ്റ് പൾസ് ഇൻ ഈവനിങ് ആഫ്റ്റർ ഈറ്റിംഗ്. സായാഹ്നത്തിൽ ആഹാരത്തിന് ശേഷം പൾസിൻ്റെ നിരക്ക് കൂടുന്നു. വിത്ത് ഫീവർ, ഒപ്പം പനിയും വരുന്നു. ഹൃദയമായിട്ട് ബന്ധപ്പെട്ട് എത്ര പ്രശ്നങ്ങളാണ്.
ഞാൻ നേരത്തെ 1-2 ഔഷധങ്ങളുടെ കാര്യത്തിൽ ഹൃദ്രോഗിയെ ഹോമിയോപ്പതിയിലൂടെ സുഖപ്പെട്ട കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ഔഷധങ്ങളിൽ ഹൃദ്രോഗ ലക്ഷണങ്ങൾ വരുന്നുണ്ട്. നമുക്ക് കേസിനെ കുറിച്ച് കൺവിൻസ്ഡ് ആണെങ്കിൽ മരുന്ന് കൊടുക്കാം. കൊടുത്ത ശേഷം അത് ചില ജാഗ്രത എടുക്കേണ്ടി വരും. കൊടുത്ത ശേഷം ആശുപത്രിയിലേക്ക് പോയിക്കോളാൻ പറയുക, അതാണ് നല്ല കാര്യം. പോകുന്ന വഴിക്ക് സുഖപ്പെട്ടുള്ളൂ. അങ്ങനത്തെ അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൊടുത്തിട്ട് ഒരു സ്ഥിതി ഇത്തിരി വഷളായേക്കാം, അങ്ങനെയുള്ള സാധ്യതയുള്ളതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതുകൊണ്ട് മാറിക്കോളും, വീട്ടിൽ പോയിക്കോന്ന് പറയരുത്. കാരണം അതൊരു റിസ്കി ആയിട്ടൊരു കാര്യമാണ്. മരുന്ന് കഴിച്ചുകൊള്ളുക, ആശുപത്രിയിലേക്ക് പോയേക്കുക. അതുപോലെ ഈ സ്ട്രോക്കിൻ്റെ കാര്യത്തിലുമൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഔഷധം കൊടുക്കാം, ആശുപത്രിയിലേക്ക് പോയിക്കോളാൻ പറയാം. 24 മണിക്കൂറിൽ ആൾ സുഖപ്പെട്ടോളൂ. പക്ഷേ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ വഷളായി കഴിഞ്ഞാൽ അത് ഹോമിയോപ്പതിയുടെ കഴുത്തിൽ വരും. ഇച്ചിങ് ഹെർപ്പറ്റിക് ഇറപ്ഷൻസ് ഓൺ ദ ചെസ്റ്റ്, ഹെർപ്പസ് സോണ ഓൺ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ചെസ്റ്റ് വിത്ത് പെയിൻ. ഈ ഹെർപ്പസ് സോണ നമ്മൾ നേരത്തെ കണ്ടാണ് മറ്റേ ചിക്കൻ ബോക്സിൻ്റെ പോളൻ പോലെയുള്ള ഇറപ്ഷൻസ് ചെസ്റ്റിൽ, ഇത്തരം ഇറപ്ഷൻസ് ഇടതുവശത്ത് കൂടുതലും കാണുന്നു. വല്ലാത്ത ചൊറിച്ചിൽ. ഇറ്റ് ഈസ് എ യൂസ്ഫുൾ റെമഡി ടു വാർഡ് ഓഫ് തൈസിസ്. ക്ഷയരോഗത്തെ മാറ്റി നിർത്താൻ പ്രിവെൻറ്റ് ചെയ്യാന്നുള്ള ഭാഗമല്ല, വാർഡ് ഓഫ് എന്ന് വെച്ചാൽ അകറ്റി നിർത്തുക. അകറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരു ക്ഷയരോഗത്തിൻ്റെ ടെൻഡൻസി ഉള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ അങ്ങനത്തെ ഹെറിറ്റേജ് ഉള്ളൊരു വ്യക്തി, അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉള്ളൊരു കുടുംബത്തിലെ ഒരു പേഷ്യൻ്റ്, അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഗ്രാഫൈറ്റിസ് ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കാര്യത്തിൽ ആ ക്ഷയരോഗത്തെ മാറ്റി നിർത്താൻ പറ്റും. അതാണ് വാർഡ് ഓഫ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഹാർഡ് പെയിൻഫുൾ ഗ്ലാൻസ് ഓഫ് ദ നെക്ക്. കഴുത്തിലെ ഗ്രന്ഥികളിൽ കട്ടിയുള്ള കല്ല് പോലെയുള്ള എൻലാർജ്മെന്റ്. പെയിൻലെസ് സ്വോളൻ ഗ്ലാൻസ് ഓഫ് ദ നെക്ക്. കഴുത്തിലുള്ള ഗ്രന്ഥികൾ ലിഫ് ഗ്രന്ഥിയിൽ വീർത്തിട്ട് പക്ഷെ വേദനയില്ല. ദ സ്പൈൻ ഇസ് വെരി സെൻസിറ്റീവ് ടു ദ ജാർ ഓഫ് ദ ബെഡ്. പെയിൻ ഇൻ ലംബാർ റീജിയൻ ആസ് ഓഫ് സ്പൈൻ വർ ബ്രോക്കൺ. നട്ടലിന്റെ കാര്യത്തിൽ പല ഭാഗങ്ങളിലും പല മേഖലകളിലും വേദനയുണ്ട്, സെൻസിറ്റീവ് ഉണ്ട്. കിടക്കയിൽ കിടക്കുമ്പോൾ ചെറിയൊരു ചലനം ഉണ്ടായാൽ പോലും നട്ടല് സുഷ്മനാനാഡി അതിനോട് വളരെ സെൻസിറ്റീവാണ്. ലംബാർ റീജിയനിൽ വേദനയുണ്ട്. നട്ടല് തകർന്നു പോയാലെന്നതുപോലുള്ള വേദന. പെയിൻ സാക്രം വിത്ത് നംബ്നെസ് ഡൗൺ ദ ലിംസ്. സാക്രൽ റീജിയനിൽ വേദന, ലിംസിലേക്ക് കാലുകളിലേക്ക് ഒരു മരവിച്ചൊരു ഫീല് താഴേക്ക് പോകുന്ന പോലെ. പെയിൻ സാക്രം ആൻഡ് കോക്കിക്സ് വൈൽ യൂറിനേറ്റിംഗ്. മൂത്രമൊഴിക്കുന്ന സമയത്ത് സാക്രൽ റീജിയനിൽ കോക്കിക്സിലൊക്കെ വേദന. ഇച്ചിങ് ആൻഡ് മോയ്സ്ചർ ഓവർ ദ കോക്കിക്സ്. കോക്കിക്സിൻ്റെ ഭാഗത്ത് ചൊറിച്ചിലും അവിടെ ഒരു നനവും, ചൊറിഞ്ഞിട്ട് ഒരു ഊസിങ് ഉണ്ടായിട്ട് നനവ്. ഡ്രോയിങ് ആൻഡ് ടിയറിങ് പെയിൻ ഇൻ ലിംബ്സ്. വീക്ക്നെസ് ഓഫ് ഓൾ ലിംബ്സ്. സെൻസേഷൻ ഓഫ് പാരലിസിസ് ഓഫ് ലിംബ്സ്. ലിംസുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളാണ്. ആകെ പിരിക്കുന്ന പോലെ, പറിച്ച് കീറുന്ന പോലുള്ള വേദന, തളർച്ച, ക്ഷീണം, തളർവാദം പിടിച്ച പോലുള്ള തോന്നല്. ഹെർപ്പസ് ആൻഡ് എക്സീമ ഓൺ ദ ലിംസ്. ചൊറിച്ചില്, പോളൻ പോലെ വരല്. മാർക്ക്ഡ് നംബ്നെസ് ഓഫ് അപ്പർ ലിംസ്. അപ്പർ ലിംസിൽ കൈകളിൽ മരവിച്ച പോലുള്ളൊരു അവസ്ഥ. ഡ്യൂറിങ് റെസ്റ്റ് ആൻഡ് വെൻ ലെയിൻ ഓൺ. ഇത് കൂടുതലും വിശ്രമിക്കുന്ന സമയത്ത്, കിടക്കുന്ന സമയത്തൊക്കെയാണ് കൂടുതലും. നംബ്നെസ് ആൻഡ് കോൾഡ്നെസ് ഓഫ് ഫിംഗേഴ്സ് ആൻഡ് ഹാൻഡ്സ്. വിരലുകളും കൈകളിലും ഈ മരവിപ്പും തണുത്ത ഒരവസ്ഥയും. റൊമാറ്റിക് ആൻഡ് ടിയറിങ് പെയിൻസ് ഇൻ ഷോൾഡേഴ്സ്, വേഴ്സ് ഇൻ ലെഫ്റ്റ്. ഭുജങ്ങളിൽ ആകെ വലിച്ചു കീറുന്നത് പോലുള്ള വേദന, വാദസംബന്ധമായ തരത്തിലുള്ള വേദന കൂടുതലും ഇടതുവശത്ത്. ഹെർപ്പസിൻ്റെ ആക്സില ആൻഡ് ബെൻഡ് ഓഫ് ദ എൽബോ. കക്ഷത്തും ഈ എൽബോയുടെ ആ മടക്കിലുമൊക്കെ പരുക്കള്. ഹോണി കാലോസിറ്റീസ് ഓൺ ദ പാംസ്. കൈകളിൽ തഴമ്പ്, ഇങ്ങനെ മുള്ളുപോലെ വരുന്നത് തഴമ്പ് കൈകളിൽ. സ്കിൻ ഓഫ് ദ ഹാൻഡ്സ് ഹാർഡ്. കയ്യിലെ തൊലിക്ക് കട്ടി വരുന്നു. ഫിഷേഴ്സ്, ഹോട്ട് ആൻഡ് ബ്ലീഡിങ്. അപ്പോൾ കൈകളിൽ തൊലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തഴമ്പ് വരുന്നു, തൊലി കട്ടിയാകുന്നു, ഫിഷേഴ്സ് വരുന്നു, വല്ലാതെ ചൂട്, രക്തവാർച്ച ഒക്കെ ഉണ്ട്. സോറിയാസിസ് ഓഫ് ദ ഹാൻഡ്സ് ആൻഡ് ഫിംഗേഴ്സ്. അതാണ് അവസ്ഥ. വിരലുകളിലും കൈകളിലും സോറിയാസിസ്, വരട്ടി ചൊറി പോലെ വരുന്നു. മോയ്സ്റ്റ് പ്ലേസസ് ബിറ്റ്വീൻ ദ ഫിംഗേഴ്സ്. വിരലുകൾക്കിടയിൽ ഇങ്ങനെ തൊലി പോയിട്ട് ഇങ്ങനെ നനവ്, വെള്ളം ഊറി വരുന്നു. ദ ഫിംഗേഴ്സ് നെയിൽസ് തിക്ക് ആൻഡ് ബ്രിട്ടിൽ.
വിരലുകളിലെ നഖങ്ങൾ കട്ടിയാകുന്നു, പൊട്ടിപ്പോകുന്നു. ദ ഫിംഗർ നെയിൽസ് ബിക്കം ബ്ലാക്ക് ആൻഡ് ഫോൾ ഓഫ്. നഖം കറുത്ത് അത് പൊഴിഞ്ഞു പോകുന്നു. ഗ്രേറ്റ് ഹീറ്റ് ഓഫ് പാംസ്. കൈകളിൽ വല്ലാത്ത ചൂട്. എൻ്റെ ഒരു ഹോമിയോപ്പതി സുഹൃത്തിന് ഇതേപോലെ നഖങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലുണ്ടായ പ്രശ്നമാണ്. ഞാനിത് വായിച്ചു തുടങ്ങിയ സമയത്ത് അവനോട് പറയുമായിരുന്നു, ഇതൊക്കെ നമുക്ക് ഹോമിയോപ്പതിയിലൂടെ സുഖപ്പെടുത്താം. പിന്നീട് ഹോമിയോപ്പതി പഠിച്ചു, പ്രാക്ടീഷനായ ശേഷം അത് ഗ്രാഫൈറ്റ് കേസ് തന്നെയായിരുന്നു. ഒരു ഡോസ് ഗ്രാഫൈറ്റീസ് കൊണ്ട് ഒരു 3-4 മാസം കൊണ്ട് നല്ല നഖം വരാൻ തുടങ്ങി. സ്മാർട്ടിങ് ആൻഡ് സോർ ബിറ്റ്വീൻ ദ നെയ്ഡ്സ്. ബൊട്ടക്സിൻ്റെ ഭാഗത്ത് സ്മാർട്ടിങ്, അവിടെ തൊലി പോകുന്നു, നടക്കാനൊക്കെ വലിയ പ്രയാസം. എക്സ്കോറിയേഷൻ ഫ്രം വാക്കിംഗ്. നടക്കാൻ നേരത്ത് അവിടെ ഉരഞ്ഞു പൊട്ടും. നിരവധി പേരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നമാണത്. മെനി ഇറപ്ഷൻസ് ഓൺ ദ തൈ. തുടയിൽ ധാരാളം തരം പരുക്കളുണ്ട്, ഇറപ്ഷൻസ് ഉണ്ട്. ബട്ട് എസ്പെഷ്യലി ഹെർബ്സ് ആൻഡ് എക്സീമ. ഹെർബ്സായിട്ടും എക്സീമയായിട്ടാണ് കൂടുതൽ തുടകളുടെ ഇടയിൽ വരുന്നത്. ഇറപ്ഷൻസ് ദാറ്റ് ഊസ് എ ഗ്ലൂട്ടിനസ് ഫ്ലൂയിഡ്. വെള്ളം പോലുള്ള ഒരു ദ്രാവകോടന്ന് വരികയും ചെയ്യും. നമ്പേഴ്സ് ഓഫ് ലോവർ ലിംസ് ഡ്യൂറിങ് റെസ്റ്റ്. നേരത്തെ കണ്ടാണ് വിശ്രമിക്കുന്ന സമയത്ത് കാലുകളിൽ മരവിപ്പ്. ദ ലെഗ്സ് ആർ വീക്ക് ആൻഡ് ഹെവി ആസ് ഇഫ് പാരലൈസ്ഡ്. കാലുകൾ ഭാരം, തളർവാദം പിടിപെട്ട പോലെ തളർച്ച. എഡീമ ഓഫ് ദ ലെഗ്സ് ആൻഡ് ഹീറ്റ്. കാലുകളിലും കാൽപാദങ്ങളിലും നീർക്കെട്ട്, കെട്ടി വീർത്ത പോലെ. ഹെർപ്പസ് ഇൻ ദ ഗ്രോയിൻ ആൻഡ് ഹോളോ ഓഫ് ദ നീ. അരക്കെട്ടിന്റെ ഭാഗത്തും കാലിന്റെ മുട്ടിന്റെ പിൻഭാഗത്തും പരുക്കള്. കോൾ ഫീറ്റ് ഇൻ ഈവനിങ് ഇൻ ബെഡ്. വൈകുന്നേരം രാത്രി കിടക്കുന്ന സമയത്ത് കാലുകൾ തണുത്തു പോകുന്നു. കോപ്പിയസ് ഒഫൻസീവ് സ്വെറ്റ് ഓഫ് ദ ഫീറ്റ്. കാലുകളിൽ വല്ലാതെ ദുർഗന്ധമുള്ള വിയർപ്പ്. അൾസേഴ്സ് ഓൺ ദ ഫീറ്റ് ആൻഡ് ലെഗ്സ്. കാലുകളിലും കാൽപാദങ്ങളിലും വ്രണങ്ങള്. ടിയറിങ് ഇൻ തൈസ്. തുടകളിൽ വല്ലാതെ വലിഞ്ഞു കീറുന്ന പോലുള്ള വേദന. ലെഗ്സില്. ഫീറ്റ് ആൻഡ് ടോസ്. നഖങ്ങളിലും തള്ളവിരലിലും കാലുകളിലും കാൽപാദങ്ങളിലും ഒക്കെ ടിയറിങ് പെയിൻസ്, വലിച്ചു കീറുന്ന പോലുള്ള വേദനകൾ. ബേണിംഗ് ഹീറ്റ് ഇൻ സോൾസ് ആൻഡ് ഹീൽസ്. കാലിൻ്റെ വെള്ളയിലും ഉപ്പുറ്റിയിലും ഒക്കെ പൊള്ളുന്ന പോലുള്ള ചൂട്. ഗോട്ടി ടിയറിങ് ഇൻ ദ ടോസ്. നഖങ്ങളിൽ ഒരു ഗോട്ടിയായിട്ടുള്ള പെയിൻ, ടിയറിങ് പെയിൻ. സ്പ്രെഡിങ് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ ടോസ് ദാറ്റ് ബിക്കം അൾസേഴ്സ്. കാൽവിരലുകളിൽ പൊള്ളൽ പോലെ വന്നിട്ട് അത് വ്രണങ്ങളായിട്ട് മാറുന്നു. ടോനെയിൽസ് ബിക്കം ബ്ലാക്ക്. കാലിലെ തളവിരലിലെ നഖങ്ങൾ കറുത്ത നിറമായിരുന്നു, തിക്കാവുന്നു. ക്രിപ്പിൾഡ് ടോനെയിൽസ്. ആകെ മുരടിച്ച പോലെ വരുന്നു. ദ നെയിൽസ് ആർ പെയിൻഫുൾ. നഖങ്ങളിലെല്ലാം വേദന. ഇൻഗ്രോയിങ് ടോനെയിൽസ്. ഈ കാലിലെ തളവിരലിലെ നഖം അകത്തേക്ക് വളഞ്ഞു വളരുന്നു. ഡ്രീംസ് വിവിഡ് ആങ്ഷ്യസ് ഹൊറിബിൾ വെക്സേഷൻസ്. ഇനി സ്വപ്നങ്ങളെ കുറിച്ചാണ്. നിരവധിയായിട്ടുള്ള സ്വപ്നങ്ങൾ, ഉത്കണ്ഠ ഉണ്ടാക്കുന്ന സ്വപ്നങ്ങൾ, ഭയമുണ്ടാക്കുന്ന സ്വപ്നങ്ങൾ, പ്രയാസമുണ്ടാക്കുന്ന സ്വപ്നങ്ങൾ. സ്ലീപ്ലെസ് ബിഫോർ മിഡ് നൈറ്റ്. അർദ്ധരാത്രിക്ക് മുമ്പ് ഉറക്കമില്ല. സ്ലീപ്പിനെസ് ഡ്യൂറിങ് ഡേ. എന്നിട്ട് പകൽ സമയത്ത് ഉറക്കം തൂങ്ങും. നൈറ്റ്ലി പെയിൻസ് ഇൻ സ്ലീപ്പ്. രാത്രി ഉറക്കത്തിൽ ഉള്ള വേദന. ഫ്രീക്വന്റ് വേക്കിംഗ്. ഇടക്കിടക്ക് എഴുന്നേക്കും. അൺറെഫ്രഷ്ഡ് ഇൻ ദ മോർണിംഗ്. സ്വാഭാവികമായിട്ടും രാവിലെ ഉണരുമ്പോൾ ഒരു ഉണർവുണ്ടാവില്ല, റിഫ്രഷ്ഡ് അല്ല. ഗ്രാഫൈറ്റിസ് ഷുഡ് ബി യൂസ്ഡ് മോർ ഫ്രീക്വന്റ്ലി ഇൻ ക്രോണിക് റിക്കറന്റ് ഇന്റർമിറ്റന്റ് ഫീവർ. ഇടക്കിടക്ക് വിട്ടുവിട്ട് വരുന്ന പഴകിയ പനികളിൽ ഗ്രാഫൈറ്റിസ് കൂടുതലായിട്ട് ഉപയോഗിക്കണം. കെൻറ്റിൻ്റെ ഒരു ഉപദേശമാണ്. ആ ഒരു കാലത്ത് ക്രോണിക്കായിട്ട് ഇന്റർമിറ്റന്റ് ഫീവറിൽ ഗ്രാഫൈറ്റിസിനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിരുന്നില്ല എന്നതിൻ്റെ സൂചനയാണത്. അപ്പം നമ്മളും അതൊരു പ്രധാന ഉപദേശമായിട്ട് എടുക്കണം. ചിൽ ഇൻ ദ ഈവനിങ് വിത്ത് ടിയറിങ് ഇൻ ദ ലിംസ്. രാത്രി സന്ധ്യക്ക് കുളിര്. കാലുകളിൽ ലിംസിൽ വല്ലാതെ വലിച്ചു കീറുന്നതുള്ള വേദന. ചിൽ ഇന്റർമിംഗിൾഡ് വിത്ത് ഫീവർ. കുളിരും പനിയും മാറി മാറി വരുന്നു. വാഷ് ടു ബി കവേർഡ് ഇൻ ഓൾ സ്റ്റേജസ്. കുളിരിൻ്റെയും പനിയുടെ എല്ലാ അവസ്ഥയിലും ആൾ പുതച്ചു കിടക്കണം. ചിൽ വേഴ്സ് ആഫ്റ്റർ ഈറ്റിംഗ്. ശ്രദ്ധേയമായ ലക്ഷണം. ആഹാരം കഴിച്ച ശേഷം കുളിര് വരുന്നു, കുളിര് മോശമാകുന്നു, കുളിര് വർദ്ധിക്കുന്നു. ബെറ്റർ ആഫ്റ്റർ ഡ്രിങ്കിങ് ആൻഡ് ഇൻ ഓപ്പൺ എയർ. ഈ കുളിര് എന്തെങ്കിലും കുടിച്ച ശേഷവും തുറസായ വായിൽ വരുമ്പോഴും കുളിരിന് കുറവുണ്ട്. നൈറ്റ്ലി ഫീവേഴ്സ് വിത്ത് ചില്ലിനെസ് ബട്ട് നോ സ്വെറ്റ്. രാത്രി പനിയുണ്ട്, കുളിരുണ്ട്, പക്ഷെ വിയർപ്പില്ല. ഡ്രൈ ഹീറ്റ് ഈവനിങ് ആൻഡ് നൈറ്റ്. സായാഹ്നത്തിലും രാത്രിയിലും അർദ്ധരാത്രിയും ഒക്കെ വരണ്ട ചൂട്, വിയർപ്പില്ലാത്ത ചൂട്. എസ്പെഷ്യലി ബിഫോർ മിഡ് നൈറ്റ്. അർദ്ധരാത്രിക്ക് മുമ്പാണ് കൂടുതലും.
ആങ്സൈറ്റി ആൻഡ് റെസ്റ്റ്ലെസ് ഡ്യൂറിങ് ഫീവർ, പനി വരാൻ നേരത്ത് വല്ലാതെ ഉത്കണ്ഠയും അസ്വസ്ഥതയുണ്ട്. ഹാൻഡ്സ് ആൻഡ് സോൾസ് വെരി ഹോട്ട്, കാൽപാദങ്ങളും കൈകളും കൈയുടെ വെള്ളയും വല്ലാതെ ചൂടായിരിക്കുന്നു. ഈവൻ ബേണിംഗ് ഹീറ്റ്, ചൂട് മാത്രമല്ല പൊള്ളുന്ന പോലെ ചൂട് കൈവെള്ളയിലും കയ്യിലും. ഇറ്റ് ഈസ് ചിൽ വിത്ത് ഫീവർ ഫോളോഡ് ബൈ സ്വെറ്റ്, അപ്പോൾ കുളിരും പനിയും വരുന്നു, അതിൻ്റെ തൊട്ട് പിന്നാലെ വല്ലാതെ വിയർക്കുന്നു. സ്വെറ്റ് ഫ്രം സ്ലൈറ്റസ്റ്റ് എക്സേർഷൻ, ഈ ഒരു വിയർപ്പ്, പനിക്കും കുളിരിന് ശേഷം വരുന്ന വിയർപ്പ് ഒരു ചെറിയൊരു അധ്വാനം എക്സേർഷൻ കൊണ്ട്, ചിലപ്പോൾ വല്ലാതെ സംസാരിക്കുന്നതുകൊണ്ട് പോലും വരാം. ഇത് ജനറലായിട്ടൊരു സ്വെറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. പനിയും കുളിരിനും പിന്നാലെ ഉണ്ടാകുന്ന വിയർപ്പിൻ്റെ കാര്യത്തിലാണ് സ്ലൈറ്റസ്റ്റ് എക്സേർഷൻ. സ്വെറ്റ് ഓൺ ഫ്രണ്ട് ഓഫ് ബോഡി, ശരീരത്തിൻ്റെ മുൻഭാഗത്ത് വിയർപ്പ്. ദ സ്വെറ്റ് ഈസ് ഒഫൻസീവ്, ദുർഗന്ധമുള്ള വിയർപ്പ്. കോൾഡ് ആൻഡ് സ്റ്റെയിൻസ് യെല്ലോ, തണുത്ത വിയർപ്പ്. ഈ വിയർപ്പ് ബാധിക്കുന്ന വസ്ത്രങ്ങളിലും മറ്റുമൊക്കെ നിറവ്യത്യാസം വരും. കോപ്പിയസ് നൈറ്റ് സ്വെറ്റ്സ് ഇൻ വീക്ക്നെസ് ആൻഡ് ഡ്യൂറിങ് തൈസിസ്, വല്ലാതെയുള്ള രാത്രി വിയർപ്പ്, തളർച്ചയുള്ള സമയത്ത്, ക്ഷയത്തിൻ്റെ സമയത്ത്. എൻ്റയർ ഇനബിലിറ്റി ടു പെർസ്പയർ ഇൻ മെനി ക്രോണിക് കംപ്ലയിൻസ്, അതേസമയം വളരെ പഴകിയ പല അവസ്ഥയിലും വിയർക്കാനുള്ള കഴിവില്ലായ്മ. ശരീരത്തിൻ്റെ ഒരു കഴിവാണ് വിയർപ്പ്, ടെമ്പറേച്ചർ റെഗുലേറ്റിംഗ് മെക്കാനിസം. അങ്ങനെ വിയർപ്പിക്കാനുള്ള കഴിവില്ലായ്മ. ഇച്ചിങ് ഓഫ് ദ സ്കിൻ ഓൾ ഓഫ് ദ ബോഡി, ശരീരം മുഴുവൻ സ്കിന്നിൽ ചൊറിച്ചിലുണ്ട്. വിത്തൗട്ട് ഇറപ്ഷൻ, അത് പരുക്കളോട് കൂടിയോ അല്ലാതെയോ ആകാം. ഇച്ചിങ് വോൾസ് അറ്റ് നൈറ്റ് ഇൻ വോം ബെഡ്, രാത്രി ചൂടുള്ള കിടക്കയിൽ കിടക്കുമ്പോഴാണ് ചൊറിച്ചിൽ കൂടുന്നത്. ഇച്ചിങ് ആൻഡ് ബേണിംഗ് വിത്ത് ഇറപ്ഷൻസ്, ചൊറിച്ചിലും പൊള്ളലും ഇറപ്ഷൻസും. ദ സ്കിൻ ഈസ് വെരി ഹോട്ട് അറ്റ് നൈറ്റ്, രാത്രി വല്ലാതെ ചൂടാകുന്നു. എസ്കോറേഷൻ ഓഫ് ദ സ്കിൻ ഇൻ ബെൻസ് ഓഫ് ജോയിൻസ്, നമ്മുടെ കാൽമുട്ടിൻ്റെ പുറകിൽ പറഞ്ഞ പോലെ പല സന്ധികളുടെയും മടക്കിൻ്റെ പിൻഭാഗത്തും മറ്റുമൊക്കെ തൊലി പോകുന്നു. എവറി ഇഞ്ചുറി ഫെസ്റ്റേഴ്സ്, ഏത് മുറിവുണ്ടായാലും ശരി പഴുക്കും, ഏത് മുറിവും പഴുക്കും. ഫിഷേഴ്സ് ഓൺ എൻഡ്സ് ഓഫ് ഫിംഗേഴ്സ്, വിരലിൻ്റെ അറ്റങ്ങളിൽ ഫിഷേഴ്സ് വരുന്നു, നിപ്പിൾസിൽ വരുന്നു. ലാബിയൽ കമ്മീഷേഴ്സ് അറ്റ് ഏനസ് ആൻഡ് വൾവ ബിറ്റ്വീൻ ടോസ്, അപ്പോൾ ഈ ഫിഷേഴ്സ് വിരലിൻ്റെ അഗ്രങ്ങളിൽ, നിപ്പിളിൽ, കടവായി വായുടെ കടയിൽ ചുണ്ടുകൾ ചേരുന്ന ഭാഗത്ത്, എയ്നസിൽ, വൾവയിൽ, കാൽ വിരലുകളുടെ ഇടയിലൊക്കെ ഉണ്ടാകുന്നു. ഇച്ചിങ് ബ്ലോച്ചസ്, ചൊറിയുന്ന പാച്ചസ്. എറിസിപ്പിലാസ് ബിഗിനിങ് ഇൻ ഫേസ് ആൻഡ് സ്പ്രെഡിങ് ടു അതർ പാർട്സ്, അപ്പോൾ ഈ തിണർപ്പും തടിപ്പുമൊക്കെ മുഖത്ത് തുടങ്ങിയിട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നു. എറിസിപ്പിലാസ് ബിഗിനിങ് ഇൻ ഫേസ് ആൻഡ് ഗോയിങ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, അപ്പോൾ ഈ മുഖത്തെ തിണർപ്പ് വലത് ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്തേക്ക്. ഇച്ചിങ് ഓവർ വെരിക്കോസ് വെയിൻസ്, വെരിക്കോസ് വെയിൻസിൽ ചൊറിച്ചിൽ. ഇച്ചിങ് പൈൽസ്, പൈൽസിൽ ചൊറിച്ചിൽ, പൈൽസ് ഉണ്ടാകുമ്പോൾ ചൊറിച്ചിൽ. ഹെർപ്പസ് ആൻഡ് എക്സീമ ഊസിങ് എ ഗ്ലൂട്ടിനസ് മോയ്സ്ചർ, ക്രസ്റ്റി ആൻഡ് സ്കാബി അൾസേഴ്സ്. ഹെർപ്പസും എക്സീമയൊക്കെ ഉണ്ടാകുമ്പോൾ വെള്ളം പോലെ അതിൽ നിന്നൊരു ദ്രാവകം ഊറി വരുന്നു. ക്രസ്റ്റി ആൻഡ് സ്കാബി അൾസേഴ്സ്, ചൊറി പോലുള്ള പൊട്ട പിടിച്ച തരത്തിലുള്ള വ്രണങ്ങൾ. ഹാർഡ് പെയിൻഫുൾ സിക്കാട്രിസസ്, മുറിവിൻ്റെ വടുക്കളിൽ കട്ടിയാവുന്നു, വേദന ഉണ്ടാകുന്നു. ഓൾഡ് അൾസേഴ്സ് വിത്ത് പ്രൗഡ് ഫ്രഷ് ആൻഡ് ബേണിംഗ്. ഇച്ചിങ് ആൻഡ് സ്റ്റിങ്ങിങ് അൾസേഴ്സ് വിത്ത് ഇൻറ്ററേറ്റഡ് ബേസ് ആൻഡ് മാർജിൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ പൊതുവെ കാണുന്നുണ്ട് ഈ മുറിവിൻ്റെയൊക്കെ വടുക്കളിൽ പല പല പ്രശ്നങ്ങൾ. ക്യാൻസർ, ബ്രസ്റ്റിലും മറ്റുമൊക്കെ അത് ആ ഭാഗത്ത് വീണ്ടും ക്യാൻസർ വരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ പൊള്ളൽ, ചൊറിച്ചിൽ, കുത്തുന്ന വേദനയുള്ള അൾസേഴ്സൊക്കെ വരുന്നു. അപ്പോൾ ഇത്തരം അവസ്ഥകളിൽ ഗ്രാഫൈറ്റിസ് വളരെ ഉപകരിക്കുന്നൊരു ഔഷധമാണ്. ഗ്രാഫൈറ്റിസ് എന്നുള്ള അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നിരവധി വിലപ്പെട്ട ലക്ഷണങ്ങൾ നമുക്കിതിൽ നിന്ന് ലഭിച്ചു. നിരവധി രോഗാവസ്ഥകളിൽ, ക്യാൻസർ പോലുള്ള ഗുരുതരമായ രോഗാവസ്ഥയിലും വളരെയധികം ഉപകാരമുള്ള ഔഷധമാണ്. അപ്പോൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി ഗ്രാഫൈറ്റിസിനെ പ്രയോഗിക്കാൻ പഠിക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.